അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നാളെ 6ാം ക്ലാസ്സിന് തജ്വീദാണല്ലോ വിഷയം. നമുക്ക് ചെറിയ നിലയ്ക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു ചെറിയ നിലക്കുള്ള ഒരു റിവിഷനുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കൾ കാണുന്നവരുണ്ടെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും മക്കൾ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. ഈ ഒറ്റ ചാർട്ട് തന്നെ മതി നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ വളരെ സിമ്പിളായിട്ട് 25-30 മാർക്ക് ഏറ്റവും ചുരുങ്ങിയത് വാങ്ങാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാർട്ടിലേക്ക് ഒന്ന് നോക്കി. ഇത് സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങളാണ് പറയുന്നത്. നമ്മൾ അത് പ്രധാനമായും വിഷയം പഠിച്ചത് ഇപ്പോൾ അതാണല്ലോ. അപ്പം നൂനിൻ്റെയും തെൻവീനിൻ്റെയും രണ്ടും ഒരു നിയമമാണ്. അപ്പോൾ ഇനി ചോദിച്ചാൽ നൂനിനെ പോലെ തന്നെയാണ് മറ്റൊന്ന് എന്ന് ചോദിച്ചാൽ തെൻവീനിന് കൊടുക്കാം. തെൻവീനിനെ പോലെയാണ് മറ്റൊന്ന് കൊടുത്താൽ നൂനാണ്, സുക്കൂനുള്ള നൂനാണെന്ന് പറയാം. അപ്പം സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും നിയമങ്ങളാണ് ഈ പറയുന്നത്. ഈ ചാർട്ടിലേക്ക് നോക്കി ഇൽഹാറിൻ്റെ അക്ഷരം അല്ലെങ്കിൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ബാ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇഖ്ലാബ്. ഇനി വേണ്ട ഇൽഹാറിനായിക്കോട്ടെ, തുടക്കം മുതൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം, സുക്കൂനുള്ള നൂന് വന്നു അതിന് ശേഷമുള്ള അക്ഷരം ഈ 6 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമാണോ എങ്കിൽ അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഈ നൂനിനെ വ്യക്തമാക്കണം എന്നതാണ് അവിടുത്തെ നിയമം. നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഹംസ, ഐന്, റൈന്. ഹംസ എന്ന് പറഞ്ഞാൽ ആ, ഇ, ഉ. നമ്മൾ അലിഫിൻ്റെ മുകളിൽ ഫത്ത് ഇട്ട ആ നൈ, അതാണ് ഹംസ. സാധാരണ അലിഫ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അലിഫ് എന്നുള്ള നീട്ടാനുള്ള ഉപയോഗിക്കുന്ന സാധനം മാത്രമാണ് അലിഫ്. അലിഫിൻ്റെ മുകളിൽ ഒരു ഫത്ത് ഇട്ട പിന്നെ അത് ഹംസയായിട്ട് മാറി. അപ്പോൾ ഹംസ, ഐന്, റൈന്. അപ്പോൾ നൂനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെ ശേഷം ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും വന്നാൽ ഈ നൂന് വ്യക്തമാക്കണം. നൂന് സുക്കൂനോടുകൂടെ അല്ലെങ്കിൽ തെൻവീനോടുകൂടെ വ്യക്തമായിട്ട് പറയണം. ഇനി നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം നൂന് തന്നെ വന്നു, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീൻ്റെ ശേഷം നൂന് അല്ലെങ്കിൽ വാവ് അല്ലെങ്കിൽ മീമ് അല്ലെങ്കിൽ യാ, നൗമി എന്ന് പറയും. നമ്മൾ പാഠത്തിലുള്ള യൻമൂന്നാണ് അല്ലേ. ഈ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? നൂനിന് ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും അതിലേക്ക് മിക്സ് ചെയ്ത് മണിക്കുകയും ചെയ്യണം അല്ലേ. ഉന്നത്ത് കൊടുക്കണം എന്ന് പറയണം. അതാണ് എന്ത് ഉന്നത്ത്. ഇനി ലാമോറോ ആണ് വന്നതെങ്കിൽ മിക്സ് ചെയ്താൽ മാത്രം മതി, മണിക്കണ്ട. ഇദ്ഗാമും ബിഗുന്ന എന്നർത്ഥം. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ നൗമി. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യാം. ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ത്, കസ്റ, ലം, ആ ശേഷമുള്ള അക്ഷരത്തിലേക്ക് കൂട്ട്, അതിനാണ് ഇദ്ഗാം എന്ന് പറയാം. ബിഗുന്ന എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുന്നതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യാം, ഉന്നത്ത് ചെയ്യാം. എന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി, മണിക്കേണ്ട ആവശ്യമില്ല. നൂനിൻ്റെ ശേഷം ഉദാഹരണത്തിന് മൻ ല എന്നാണെങ്കിൽ ഉള്ളതെങ്കിൽ മല്ല മിക്സ് ചെയ്താൽ മതി. നേരെ മറിച്ച് മൻ ന എന്നാണ് ഉള്ളതെങ്കിൽ, നൂനിൻ്റെ അക്ഷരമാണ് വന്നെങ്കിൽ മൻ പിന്നെ ന എന്നാണെങ്കിൽ മന്ന എന്ന് പറയണം. അപ്പോൾ മണിക്കണം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആൻ ഓതുമ്പോൾ ആ ഓ പിന്നെ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ പരീക്ഷ എഴുതാനുള്ളതല്ല, പാരായണത്തിൽ കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ഇത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ മദ്രസ ഖുർആൻ പഠനസായി എന്നുള്ളതാണ്. സാധാരണക്കാരായ മുതിർന്ന ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എന്നും വരുന്ന ക്ലാസ്സുകളാണ്. ഇതിപ്പോൾ പിന്നെ പരീക്ഷണ സമയമായതുകൊണ്ട് മാത്രം കുറച്ച് എക്സാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ അവിടെ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം. മിൻ ബാദു എന്നാണ് ഉള്ളതെങ്കിൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുത്തിട്ട് മിം ബാദ് എന്ത് ചെയ്യണം? നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. എന്ത് ചെയ്യുക? നൂനിനെ മാറ്റി മീമാക്കിയിട്ട് മറച്ച് മണിക്കുക. അവിടെ ഇഖ്ലാബ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി ബാക്കി 15 അക്ഷരമാണുള്ളത്. ബാക്കി 15 അക്ഷരത്തിൽപ്പെട്ട ഏത് വന്നാലും മറച്ച് മണിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ വിഷയം മനസ്സിലായില്ലേ? മറച്ച് മണിക്കുക. അപ്പം ഇനി ഒരു ഉദാഹരണം തന്നു.
അൻഹു എന്ന ഉദാഹരണം തന്നാൽ അവിടെ എന്താണ് നൂനിന്റെ ശേഷം ഹ ആണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാർട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. ഈ ചാർട്ട് ഓർമ്മയിൽ വരണം. അപ്പൊ എന്താണ് അവിടെ ഇദ്ഹാറാണ് വരുന്നത്. നൗമി എന്ന അക്ഷരമാണ് വന്നതെങ്കിൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ലാമോ റാ ആണ് വന്നതെങ്കിൽ ഇദ്ഗാമും ബിലാഗുന്നയാണ്. ബ ആണ് വന്നതെങ്കിൽ ഇഖ്ലാബാണ്. ബാക്കി ഈ പറഞ്ഞ അക്ഷരമല്ലാത്ത ഇപ്പൊ 13 അക്ഷരമാണ് പറഞ്ഞത്. ടോട്ടൽ 28 അക്ഷരമാണ് അറബിയിലുള്ളത്. 13 പോയാൽ ബാക്കി 15 അക്ഷരം. ബാക്കി 15 അക്ഷരം ഇഖ്ഫായിന്റെ അക്ഷരമാണ്. അപ്പോൾ ഏത് ഉദാഹരണം വന്നാലും മൻ യശാഉ എന്ന ഉദാഹരണം അവിടെ കാണിച്ചാൽ മൈ ഓതേണ്ടെങ്ങനെ മൈ യശാ എന്നാണ് ഓതേണ്ടത്. അപ്പൊ നൂനിന്റെ ശേഷം യാ വന്നു. എന്താണ് അവിടുത്തെ നിയമം? ഇദ്ഗാമും ബിഗുന്ന. മനസ്സിലായില്ലേ? ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ പേര് പഠിച്ചു. ഇദ്ഹാറ്, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇദ്ഗാം 2 വിധമുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെ ചോദ്യം വന്നാൽ ഏതാണ് ഇദ്ഗാമും ബിഗുന്നയും ഇദ്ഗാമും ബിലാഗുന്നയും? നൂനിന്റെ ശേഷം ബാ വന്നാൽ അവിടുത്തെ നിയമം എന്താണ്? അത് ഇഖ്ലാബാണ്. നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ഥ വന്നാൽ പുള്ളിയുള്ള ഥ, ഇനി സീന് വന്നാലും എന്താ നിയമം? അത് ഇഖ്ഫായിന്റെ അക്ഷരമാണ് അല്ലേ? പിന്നെ അലിഫ്, പിന്നെ അലിഫ് എന്താണ്? ഹംസ ഇട്ടാൽ എന്ത് ചെയ്യും? അത് പിന്നെ ഇദ്ഹാറിന്റെ അക്ഷരമായി അല്ലേ? ബ ഇഖ്ലാബിന്റെ അക്ഷരമാണ്. ത ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഥ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ജീം ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഹ ഖ അത് രണ്ടും ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഇങ്ങനെ ഓരോന്നും ചെയ്താൽ ശരിക്കും നോക്കിയാൽ ഇഖ്ഫായിന്റെ അക്ഷരം നമുക്ക് കിട്ടും. ഇപ്പൊ ഈ ഇഖ്ഫാ ഇല്ലാത്ത ബാക്കിയുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവൻ എന്താണ്? ഇഖ്ഫാ ആണ്. ഇഖ്ഫാ ഇല്ലാത്ത ഇദ്ഹാർ, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാഗുന്ന, ഇഖ്ലാബ്. ഇവിടൊക്കെ എന്താണ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇഖ്ഫാ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കി. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന് പെട്ടെന്ന് വായിച്ചു പോകണം. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി പാഠങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ കിട്ടും. ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയുടെ ഉപമ. കപട വിശ്വാസിയാണ്, മുഅ്മിനിന്റെ അല്ല, വിശ്വാസിയുടെ അല്ല, കപട വിശ്വാസിയുടെ ഉപമ നാരങ്ങ, കൈപ്പങ്ങ, ആട്ടങ്ങ. ഏതാണ്? ആട്ടങ്ങയാണ് അല്ലേ? ഹംലല എന്ന് പറഞ്ഞു. അറബിയിൽ എന്താ പറഞ്ഞ? ഹംലല. അവിടെ ആട്ടങ്ക എന്ന് പറഞ്ഞത് ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയുടെ. ഇനി ഖുർആൻ ഓതുന്ന വിശ്വാസിയുടെ ഉപമ എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെയാണ്? നാരങ്ങയാണ്. അപ്പൊ അതിലാ ടിക്കുണ്ട്. രണ്ടാമത്തെ എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ സൂറത്ത് ഏതാണ്? അത് സൂറത്തുൽ വാഖിഅയാണ് അല്ലേ? ഇനി മൂന്നാമത്തെ ഖുർആനിന്റെ 1/3 എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? നമ്മൾ എപ്പോഴും 1/3 മറക്കാൻ പാടില്ല. ഏത് സമയത്തും ദുആ ചെയ്യുമ്പോഴും 3 പ്രാവശ്യം ഓതുന്ന സൂറത്താണ് ഏത്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അതെ, അപ്പൊ അതിൽ ടിക്ക് ചെയ്യാം. സാക്കിനായ നൂനിന്റെയും മീമിന്റെയും വിധികൾ എത്രയാണ്? അവിടെ സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും വിധികൾ കേട്ടോ, മീമിന്റെ അല്ല, അതവിടെ കൊടുത്തത് പേച്ചതാണ്. സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും വിധികൾ 5 ആകുന്നു. ഇത്രയാണ്. ഇപ്പൊ നമ്മൾ 5 പറഞ്ഞില്ലേ? നേരത്തെ ചാർട്ട് കണ്ടില്ലേ? അത് 5. അതന്നെ നൂനിന്റെയും തെൻവീനിന്റെയും വിധികൾ അല്ലെ? മീമിന്റെ നിയമങ്ങൾ വേറെയാണ്. മീമിന്റെ നിയമങ്ങൾ നമ്മൾ പാടെടുത്തിട്ടില്ല അല്ലേ? മീമിന്റെ നിയമങ്ങൾ എത്രയാണ്? 3 ഉള്ളത്. മീമിൻ്റെത് സാക്കിനായ നൂനിന്റെയും തെൻവീനിന്റെയും വിധികൾ 5 ആകുന്നു. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരം ഏതാ? നമ്മൾ ചാർട്ടിലേക്ക് നോക്കി. ചാർട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആ ചാർട്ട്, ഒറ്റ ചാർട്ട് മതി നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. ഇവിടെ ഏതാണ്? ലാമോ റോ ഉണ്ടെങ്കിൽ അതിൽ ടിക്ക് ചെയ്താൽ മതി. ഇവിടെ ഏതാണ്? യാ ഖാഫ് ലാമ്, ലാമിൽ ടിക്ക് ചെയ്യാം. വേഗം നോക്കുക. ഇൽഹാറിന്റെ ഉദാഹരണമാണ് സമീഉൻ അലീം. തെൻവീനിന്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഹംസ, ഐന്, ഗൈന്. ഇവിടെ ഏതാണ്? സമീഉൻ അലീം. അപ്പൊ തന്നെ മനസ്സിലായി അതാണ് ഇൽഹാറിന്റെ അക്ഷരം. മിൻ മാൽ എന്നുള്ളത് എന്താണ്? ഇദ്ഗാമും ബിഗുന്നയാണ്. നൂനിന്റെ ശേഷം മീം വന്നു. വആയത്തുല്ല അതെന്താണ്? ഇദ്ഗാമും ബിലാഗുന്നയാണ്. തെൻവീനിന്റെ ശേഷം ലാം വന്നു അല്ലേ? മനസ്സിലായില്ലേ? സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ലാബ്, ഇദ്ഹാർ, ഇദ്ഗാം. നമ്മൾ പറഞ്ഞു ഏതാണ്? ഒരക്ഷരത്തെ മറ്റൊരു അക്ഷരത്തിലേക്ക് കൂട്ടുന്നതിന് ഇദ്ഗാം എന്ന് പറയും. ഇനി പെട്ടെന്ന് പോവാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ പിന്നെ നമ്മളെ നമ്പറിൽ അല്ലെങ്കിൽ താഴെ കമന്റിലായിട്ട് ചോദിച്ചാൽ മതി. വോയിസിലായിട്ട് തന്നെ ഒഴിവിനനുസരിച്ച് മറുപടി നൽകുന്നതായിരിക്കും. വേർതിരിക്കാം. ഉദാഹരണം പിന്നെ അവിടെ വൻഹർ
ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 5 മാർക്കിന്റെ ചോദ്യമാണ്. വൻഹർ ഈശത്തി റാദിയ മിൻ വലദ് കിറാമിൻ ബററ അൽ മുൻസലൂൻ. ഏതാണ് വൻഹർ? നൂനിന്റെ ശേഷം സുക്കൂണുള്ള നൂനിന്റെ ശേഷം ഹ വന്നു, ഇദ്ഹാർ. ഈശത്തി റാദിയ തൻവീന്റെ ശേഷം റാ വന്നു, ലാമ റാ ഇദ്ഗാമുൻ ബിലാ ഗുന്ന. മിൻ വലദ് നൂനിന്റെ ശേഷം വാവ് വന്നു, നൗമി അല്ലെങ്കിൽ യൻമു ഇദ്ഗാമുൻ ബിഗുന്ന. കിറാമിൻ ബററ തൻവീന്റെ ശേഷം ബാ വന്നു. അവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ചാർട്ടിലേക്ക് നോക്കുക, അത് പഠിച്ചിട്ട് തന്നെ പോവുക, മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. തൻവീന്റെ ശേഷം ബാ വന്നു, ഇദ്ഗാ അപ്പം അവിടെ ഇഖ്ലാബ്. അവിടെ എന്താ ചെയ്യേണ്ടി? അവിടെ തൻവീന്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. അൽ മുൻസലൂൻ അവിടെ നൂനിന്റെ ശേഷം സ വന്നു, ഇഖ്ഫാ ചെയ്യണം. മനസ്സിലായില്ലേ? ഇനി പൂർത്തിയാക്കാനുള്ളതാണ്. ഖുർആൻ മനപ്പാഠമാക്കിയത് മറന്നു കളയുന്നത് എന്താണ്? ഖുർആൻ മനപ്പാഠമാക്കി പിന്നെ മറന്നുപോയാൽ അത് വലിയ കുറ്റമാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് എഴുതാനുള്ളതല്ല, നമ്മൾ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട വിഷയമാണ്. അള്ളാഹു പറയുന്നു, വറത്തിലിൽ ഖുർആന തർതീല, വറത്തിലിൽ ഖുർആന തർതീല. നിങ്ങൾ ഖുർആൻ സാവധാനവും നിയമങ്ങൾ പാലിച്ചും ഭംഗിയായി പാരായണം ചെയ്യുക. അല്ലേ? അർത്ഥം ചോദിച്ചാൽ അറബി എഴുതാൻ കിട്ടണം, അറബി ചോദിച്ചാൽ അർത്ഥം എഴുതാൻ കിട്ടണം, പൂർത്തിയാക്കാനൊക്കെ കിട്ടണം. സുക്കൂണുള്ള നൂനിന്റെ അതേ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന മറ്റൊന്നും കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞു, സുക്കൂണുള്ള നൂനിന്റെ അതേ ശബ്ദത്തിൽ വരുന്നതാണ് തൻവീന്. ഓക്കെ അല്ലേ? ഇനി 4-മത്തെ, ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ്? ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞു നാരങ്ങയോടാണ്. ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിൽ? ഖുർആൻ അറബിയിലാണ്. അറബികളുടെ ശൈലിയിൽ ഉന്നത്തായി വരുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? നേരത്തെ നമ്മൾ ചാർട്ടിലുണ്ട്. ഉന്നത്തായി വരുന്ന അക്ഷരങ്ങൾ മണിക്കേണ്ട ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ, നൗമി, നൂന് വാവ് മീമി യാ അല്ലെങ്കിൽ യൻമു എന്ന് പറയും ഇല്ലേ? യാ നൂന് മീമ് വാവ്. ഇദ്ഗാമിന്റെ 2 ഇനങ്ങൾ നേരത്തെ പറഞ്ഞു, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന. ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ എത്രയാണ്? 15. നേരത്തെ പറഞ്ഞു 15 ആണെന്ന്. 15. ആ 15 അക്ഷരം എന്ത് ചെയ്യുക? ബാക്കി പിന്നെ ഓരോ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അക്ഷരങ്ങൾ ചോദിച്ചാലും നമുക്ക് എഴുതാൻ കിട്ടണം. കാരണം ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ ചോദിച്ചാലും മറ്റുള്ള അക്ഷരങ്ങൾ ഓർമ്മ ഉണ്ടാവേ. അപ്പം എന്ത് ചെയ്യുക? അതിലില്ലാത്ത അക്ഷരങ്ങൾ നോക്കിയിട്ട് ഓരോന്ന് എഴുതിയിരുത്താൽ മതി. ഇനി 5-മത്തെ നോക്കി വ്യക്തമാക്കാനുള്ളതാണ് അല്ലെ? 1-മത്തെ ചോദ്യം, ഇൽഹാർ എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുക്കൂണ നൂനിനെയും തെൻവീനെയും വ്യക്തമായി ഉച്ചരിക്കുക, അതാണ് ഇൽഹാർ. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? വ്യക്തമാക്കാതെ അവ്യക്തമായി ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ഫ എന്ന് പറയുക. ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഒന്ന് ഇതാ അല്ലേ? ഒന്നെന്താ? അത് നമുക്ക് അറിയുന്ന വിഷയം തന്നെയാണ്. അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് ഉച്ചരിക്കുക. മദ്ദുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മദ്ദുകളൊക്കെ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ മീമിലും നൂനിലും വരുന്ന ഉന്നത്ത് അത് ശരിക്കും എന്ത് ചെയ്യുക? ഉന്നത്ത് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ പാഠത്തിലുണ്ടല്ലോ ഓരോ വിഷയങ്ങള്. കനത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്, അതുപോലെ തന്നെ കനത്തിൽ പറയേണ്ട വാക്കുകളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമാമിങ്ങൾ ഖാരിയങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിപ്പിച്ചെന്ന അതേ ശൈലിയിൽ അതേ രൂപത്തിൽ തന്നെ ഓതുക. ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിന്റെ പ്രത്യേക പുണ്യം അല്ലെ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ എല്ലാ രാത്രിയിലും ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയും അതിന്റെ ശഫാഅത്ത് ലഭിക്കുകയും ചെയ്യും അല്ലെ? നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഖബർ ശിക്ഷ ഒഴിവാകുകയും അതുപോലെ തന്നെ സൂറത്തു തബാറക്ക ശുപാർശ ചെയ്യുകയും ഷഫാഅത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇനി ഹൽക്കിന്റെ അക്ഷരങ്ങൾ, ഹൽക്കിന്റെ അക്ഷരങ്ങൾ എഴുതി കൊടുത്താൽ ഏതാണ്? ഹംസ, ഹ, ഐന്, റൈന്. അതുപോലെ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം നൗമി, നൂന് വാവ് മീമ് യാ, അതൊക്കെ എഴുതി കൊടുത്താൽ എത്ര? 10 മാർക്കാണ്. ഇങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കുക. ഇങ്ങനെ ഏത് വന്നാലും ആ ചാർട്ട് നമുക്ക് ഓർമ്മയുണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ എത്ര മാർക്കിനുണ്ട്? നമ്മൾ പറഞ്ഞ വിഷയം ആ ചാർട്ടുമായി ബന്ധപ്പെട്ട എത്ര വിഷയമുണ്ട് ഒന്ന് നോക്കിയാൽ മതി. ആ ചാർട്ട് ഒന്ന് മനസ്സിലാക്കുക അല്ലേ? ഇദ്ഗാമും ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിന്റെ ശേഷം ബാ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി മറിക്കുന്നതിനാണ് എന്ത് ചെയ്യുക? ഇഖ്ലാബ് എന്ന് പറയാം. ഇദ്ഗാമും ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ ലാമോ റ വന്നാൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക മാത്രം ചെയ്താൽ മതി അല്ലെ? നൂനിനെ
ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം നൗമിയിൽപ്പെട്ട അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാം ചെയ്യലും ഗുന്നത്ത് ചെയ്യുകയും ചെയ്യുക. അതിനാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുക. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ നൂന് തൻവീന് വ്യക്തമാക്കി പറയുക ശേഷമുള്ള ഇദ്ഹാറിൻ്റെ അക്ഷരമാണെങ്കിൽ. പിന്നെയുള്ള ബാക്കി 15 അക്ഷരങ്ങൾ ഇഖ്ഫാന് അവ്യക്തമായിട്ട് ഒഴിവാക്കാനും പറ്റൂല, അല്ലെ, ഒഴിവാക്കാനും പറ്റൂല, വ്യക്തമാക്കാനും പറ്റാത്ത രൂപത്തിൽ അവ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അതിനെ പറയുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏത് ചോദ്യം വന്നാലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പാഠം ഒന്ന് വായിക്കുക, നമ്മുടെ ചാർട്ട് ഓർമ്മയിലുണ്ടാകുക, നല്ല ഉഷാറായിട്ട് സ്കോർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എക്സാം കഴിഞ്ഞതിന് ശേഷമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്.